കുഞ്ഞ് മോനു മോനുകുട്ട മോനുവേ മോനു എഴുന്നേക്ക് ബാ ബാ. മോനുകുട്ടന് ജിൻസി ആൻറ്റി കൊണ്ട് കൊടുത്തതായി ടീഷർട്ട്. ജിൻസി ആൻറ്റിയുടെ ഗിഫ്റ്റ്. നേരെ അങ്ങ് പോവാ. ഇറക്കമൊന്നുമില്ല, അതാ ഇച്ചിരി ഈസി. ഇവ കൂടെ കറങ്ങിയൊക്കെ പോയി ഇപ്പത്താൻ. പള്ളി പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ആദ്യത്തെ പള്ളി പോകും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളി പോയിട്ട് വന്നതാട്ടോ. മോനുകൂടെ സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു. വന്ന് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളിങ്ങോട്ട് കയറുന്ന വഴി ശരിയാക്കും. വന്നപ്പോൾ അവിടെ ജോലിക്കാരുണ്ട്. അപ്പം വണ്ടി താഴെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. അതിൻ്റെ ആണപ്പം അവർ കല്ല് പൊട്ടിക്കുന്നു. അപ്പം വണ്ടിയെ വീഴുമെന്നുള്ളതുകൊണ്ട് മാറ്റി വെച്ചു. പിന്നെ എന്താണ് പ്രിയങ്ങളെ, ഇന്ന് കൊച്ചോട് തിരിച്ചു പോവാം. അപ്പം ഉച്ചയ്ക്കങ്ങാണ്ടാ പോകുന്നത്. അവൾക്ക് ഇച്ചിരി മോര് കറി വെച്ച് കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഓർത്ത്, ഇന്ന് വെള്ളിയാഴ്ചയല്ല ശനിയാഴ്ചയാണ്. ഞാൻ അവിടെ കൊണ്ടുവച്ച അവൾ അവിടെ വന്ന് എടുത്തേനെ, ജോലിക്ക് പോകുന്നിടത്തേ. പക്ഷെ അത് നടന്നില്ല പ്രിയങ്ങളെ. തലയ്ക്ക് വെളിവില്ലാതെ അത് തെറ്റിപ്പോയി. ഇന്നതെങ്ങനെയെങ്കിലും കൊടുത്തു വിടണം എന്ന് ആലോചിക്കുന്നു. 1 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവൾ പോകുന്ന പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് സൺഡേ സ്കൂളിൽ നിന്ന് മോനുകുട്ടിന് ഇരിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ കുറേ കാര്യങ്ങൾ വന്ന് 2 ആഴ്ച എനിക്ക് വയ്യാതെ കിടന്നു. അതുകൊണ്ട് ഇന്ന് മോനുകുട്ടൻ്റെ സൺഡേ സ്കൂൾ ബാഗും പുസ്തകങ്ങളൊക്കെ എവിടെയാണെന്നൊന്നും കണ്ടു കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് മടിച്ച് ഞാൻ പറഞ്ഞു, സാരമില്ല, ഒരു നോട്ട് ബുക്ക് കൊണ്ടുപോകും, എന്നിട്ട് നമുക്ക് എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, അത് കിട്ടുമ്പോൾ നമുക്ക് നോട്ട് അതിനകത്തോട്ടാക്കാം, ടീച്ചറിനോട് പറയാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ് വിശേഷം? ഉച്ചക്കലത്തേക്ക് മീൻകറി ഇരിപ്പുണ്ട്. അമ്മ ഇന്നലെ ചക്ക ഇട്ടു, ഞാൻ പറഞ്ഞില്ലേ, ആ ചക്ക എടുക്കുന്നു. നമുക്ക് ചക്ക വേവിക്കാം. അമ്മ ചായ കുടിച്ചോ? വേണോ? തെങ്ങുണ്ട്. ഓ, അറക്കാൻ മോനുകുട്ടനെ വിളിച്ചിട്ട് മോനുകുട്ടൻ അങ്ങോട്ട് അടുക്കുന്നില്ല. സൈക്കിളും കൊണ്ട് ഇറങ്ങിയേക്കോ ഇന്ന്. അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മത്തി വറുത്തതും പയറു തോരനും എല്ലാം നിനക്ക് കൊണ്ടുപോകാനാണ്. ഓ എൻ്റെ ദൈവമേ, ഒരു കുഴപ്പവും ഇല്ല. കുഞ്ഞോനുണ്ട്, കുഞ്ഞോനും ചോറ് വേണോ? ചക്ക വേണോ? വാ വരൂ. മീൻകറിയുണ്ട്. ജോലിയായിരുന്നു പ്രിയങ്ങളെ. പിന്നെ നമുക്ക് മോനുകുട്ടൻ്റെ സൺഡേ സ്കൂളിൻ്റെ അച്ഛമ്മൊക്കെ വന്നു, വീടൊക്കെ കണ്ടു, സന്തോഷമായിട്ട് തിരിച്ചു പോയി. പിന്നെ ദേ എൻ്റെ പ്രിയങ്ങളെ ഒരു കാര്യം കാണിക്കാമേ. ചോറ് വേണ്ടേ? മോര് കണ്ട് അവിടെ എടുത്ത് വെച്ചേ.
കല്ലുകെട്ടിന് വന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ എന്തെല്ലാം പണി ചെയ്യിപ്പിച്ചെന്നറിയോ. നമുക്ക് 2-3 തെങ്ങുണ്ട് ഈ സ്ഥലത്ത് കേട്ടോ. അപ്പം അവർ കല്ലെടുക്കുന്നിടത്ത് ഒരു തെങ്ങയിൽ നിറച്ച് തേങ്ങ ഇങ്ങനെ വീഴാറായിരിക്കും. അപ്പം അവർ രാവിലെ തൊട്ട് അത് പേടിച്ച് അവിടെ നിന്ന്. പിന്നെ അവർ തന്നെ അമ്മയുടെ അടുക്ക പോയി അവിടെ ഒരു തോട്ടി ഉണ്ടായിരുന്നു. തോട്ടി എടുത്തുകൊണ്ട് വന്ന് തേങ്ങ അടത്തി. പിന്നെ 3-4 കരിക്ക് വിട്ട് ഒരു കരിക്ക് നമുക്ക് തന്നതേ. വെള്ളമൊക്കെ കുടിച്ചിട്ട് വെച്ചേക്കും കേട്ടോ. ബാക്കിയെല്ലാം വിളഞ്ഞ തേങ്ങയായിരുന്നു, അത് അവിടെ ഇട്ടേക്കുന്നു. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമുക്കൊരു പ്ലാവുണ്ട്. പ്ലാവേ 3-4 ചക്ക വിളഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അത് വിടിയിച്ചിട്ടുണ്ട് അവരെ കൊണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ ജോലികളും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സൺഡേ സ്കൂൾ HMഉം ഹസ്ബൻഡും കൂടി വന്നു. എന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ലിജ ടീച്ചർ. എപ്പോൾ എവിടെ വെച്ച് ആണെങ്കിലും നമ്മളോട് വലിയ സ്നേഹത്തോടെ സംസാരിക്കും. പിന്നെ അവർ വെല്ലൂർ അങ്ങാണ്ട് ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് പോയ സമയത്ത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആളിനെ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വീടൊക്കെ കണ്ട് സന്തോഷത്തോടെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്നിപ്പം അങ്ങനെയൊക്കെ കുറച്ച് ജോലികളായിരുന്നു. ആദ്യത്തെ ഒരു കെട്ട് തുണി വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകി ഞാൻ കൊണ്ട് വിരിച്ചു. അടുത്ത ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് ബെഡ്ഷീറ്റും എല്ലാം കൂടെ. അത് പക്ഷേ ഇന്നിനും വിരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ ഫോണിൻ്റെ സ്റ്റോറേജും ഇതായി, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാതെ സ്റ്റോറേജ് ഇതാവത്തില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞു ഫോണിലെ ഈ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേടെ നമുക്ക് ചക്ക വേവിച്ചതും മീൻകറി ചോറും മോരും കഴിക്കും. കരിയാപ്പിലേക്ക് ഇന്നലെ കുറച്ച് കരിയാപ്പ് അതാ കൊണ്ടുപോക്കോളൂ. ആ ഇനിയുണ്ട്. അവര് വേണോ അവരും പോയോ വേണം ഇതൊക്കെ കൊടുത്തിട്ട് വന്ന തരാമേ. ഒരു പോയോ വേണം. വീഡിയോ എടുക്കുന്നവർ നോക്കാം. താക്കോലെന്തേ പോവാം. എന്താ ജോലിയാടാ? ചക്ക എടുക്കാൻ വിളിച്ചയാടി. എന്താ ജിജിമോനോ? എന്താ ജിജിമോനെന്ത് ആഗ്രഹമുണ്ട്. പിന്നെ വരാം. എന്തുവാ കണ്ണിൻ്റെ അവിടെ ഒരു വെള്ളം? നീ കരയുണ്ടോ? കളറുണ്ട് കളറുണ്ട്. സന്തോഷ സൂചകമായി സ്വീകരിച്ച് ഞങ്ങളിതാ പോകുന്നു. അവല് വേണോ കുറച്ച് കൊണ്ടുപോവാൻ? അവിടെ ഞാൻ ഇവിടെ ജാനിക്കുട്ടി വാ, ഇത് പിടിച്ച കളയരുതേ. ഇതവിടുത്തെ ആൻറ്റിയുടെ കൊടുക്കും. കേശുവിൻ്റെ അമ്മമ്മയുടെ ഇത്. ഓ പോയി അത് എടുത്തു കളയല്ലേ അവരിവിടെ വെച്ചിട്ട് പോയേക്കുന്നേ. അതവിടെ ഇരുന്നോട്ടെ.
തലവേദനയല്ലേ അമ്മയ്ക്ക് ക്ഷീണം, ദേഹമെല്ലാം വേദന എടുക്കുന്നു എനിക്ക്. ആ, ഇത് പഞ്ചായത്ത് റോഡാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള. അവിടെ നമ്മൾ വഴി ഇങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ്, കെട്ടുക. അതിൻ്റെ പണിയായിരുന്നു ഇന്ന്. കൊണ്ട് ഇപ്പം നമ്മളിപ്പുറത്തൊരു ചെറിയ തോട് പോലുണ്ട്, അതിൽ ഇങ്ങോട്ട് കയറി വരുന്നത്. ചെല്ല്, എന്തോ അമ്മമ്മ പറയുന്നേ. വയ്യായിരുന്നു പ്രിയങ്ങളെ, ഉച്ചയ്ക്കൊന്ന് കിടക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല. ഒട്ടും വയ്യാതെ ഞാൻ അങ്ങോട്ട് കിടന്നത്. സന്ധ്യയായി, സൂര്യൻ അസ്തമിച്ച് വരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം പടിഞ്ഞാറ്, ബാക്ക് സൈഡ് കിഴക്ക്, അങ്ങനെ കേട്ടോ. ഒരാളെ ഞാൻ കടയിലൊട്ട് വിട്ടതാ. മെഴുകുതിരിയൊക്കെ ഉണ്ടായിരുന്നു പ്രിയങ്ങളെ, എവിടാണെന്നൊരു പിടിയില്ല. സന്ധ്യയ്ക്ക് തിരി കത്തിക്കാൻ, അപ്പം അതെല്ലാം നോക്കിയെടുക്കുന്നത് വരെ വേണമല്ലോ. അപ്പോൾ ഒരു മെഴുകുതിരിയും പിന്നെ പാലും ഒക്കെ വാങ്ങിക്കാൻ കടയിലോട്ട് വിട്ടത്. വരുന്നുണ്ട്. അങ്ങോട്ട് കൊടുക്കണോ? അത് രാവിലെ കൊടുക്കാം. ആൻറ്റി ആയിരുന്നോ? ആ, ആൻറ്റിയോട് പറഞ്ഞില്ലേ പിന്നെ ആൻറ്റി ചിലപ്പം ചോദിക്കും. ചക്ക അരിവായിരുന്നു അമ്മമ്മ, അത് മോനിക്കുട്ടിനെ അരിഞ്ഞു കൊടുത്തോ? ഉപ്പേരിത്തവി എന്തോ കണ്ണോപ്പയോ? അതുണ്ട്. പൊട്ട അത്താഴത്തിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഉച്ചക്കലത്തേടെ ഒക്കെ ആയിരുന്നേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.